അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29 ബുധനാഴ്ച. സംസ്ഥാനത്ത് വൈകുന്നേരം 6 മുതൽ അർദ്ധരാത്രി വരെ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. കേന്ദ്ര നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭ്യതയിലെ 200 മെഗാവാട്ടിന്റെ കുറവ് ഇന്നലെ രാത്രിയോടെ പരിഹരിച്ചു. കൂടംകുളം ആണവ നിലയം, ഒഡീഷയിലെ താൽച്ചാർ താപനിലയം എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയാണ് പുനഃസ്ഥാപിച്ചത്. പ്രകൃതി ചതിച്ചതിനാലും അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിനാലുമാണ് ലോഡ് ഷെഡിംഗ് എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിതിൻ രാജിന്റെ ആത്മഹത്യയുടെ പേരിൽ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്ക് നോട്ടീസ് നൽകി. അതിക്രമങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഡിജിപിയോട് റിപ്പോർട്ട് തേടി. ജസ്റ്റിസുമാരായ ബസന്ത് ബാലാജി, പി കൃഷ്ണകുമാർ എന്നിവരുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് കേസെടുത്തത്. കോഴിക്കോട് വോട്ട് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമിന്റെ ഭാഗമായ മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിനെതിരായ UDFന്റെ പരാതിയിൽ 3 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് DCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയുമായ പ്രവീൺ കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വേനൽ മഴക്കെടുതിയിൽ 2 മരണം. ചെങ്ങന്നൂരിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്ന മുളക്കുഴ പുത്തൻപീടികയിൽ ആസിഫ് അഷ്റഫ് ഇടിമിന്നലേറ്റ് മരിച്ചു. കൊല്ലം ചിതറയിൽ ശക്തമായ കാറ്റിലും മഴയിലും എണ്ണപ്പന ഒടിഞ്ഞു വീണ് അഞ്ചൽ സ്വദേശിനി സരിത മരിച്ചു. ഇടിമിന്നലേറ്റ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിന്റെ മുകൾ ഭാഗം അടർന്നു വീണു. തൃശൂർ വെങ്ങിണിശ്ശേരിയിൽ ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റ് പരിക്ക്. വൈകിട്ട് 5:30യോടെയാണ് കുട്ടികൾക്ക് ഇടിമിന്നലേറ്റത്. 10ലേറെ കുട്ടികൾ കളിക്കാനുണ്ടായിരുന്നു. കേരളത്തിലെ വൈദ്യുതി നിയന്ത്രണമെന്ന ഇരുട്ടടി പിണറായി സർക്കാർ വരുത്തിവെച്ചതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കുറഞ്ഞ വിലയ്ക്ക് ദീർഘകാലത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാർ പിണറായി സർക്കാർ റദ്ദാക്കിയതിന് പുറകിലെ ഗൂഢാലോചന ഉൾപ്പെടെ വൈദ്യുതി വകുപ്പിലെ കൊടിയ അഴിമതിക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. LPG സിലിണ്ടർ ബുക്കിംഗ് ചട്ടം മെയ് 1-ന് മാറും. LPG സിലിണ്ടറിന് വില കൂടാനും സാധ്യത. ഇറാൻ US സംഘർഷ പശ്ചാത്തലത്തിൽ ഹോർമൂസിലൂടെയുള്ള ചരക്കുനീക്കം പ്രതിസന്ധിയിലാണ്. വയനാട് ദുരന്ത ബാധിതർക്ക് സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ 7 കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി. 178 കുടുംബങ്ങൾക്കാണ് ടൌൺഷിപ്പിൽ വീട് നൽകുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് താമസം ആരംഭിക്കുക എന്ന് വീടുകളുടെ താക്കോൽ കൈപ്പറ്റിയവർ പറഞ്ഞു. കൊച്ചി നഗരത്തിലെ DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണങ്ങളുമായി പോലീസ്. DJ പാർട്ടികൾ 11 മണിക്ക് അവസാനിപ്പിക്കണമെന്ന് കൊച്ചി സെൻട്രൽ സബ് ഡിവിഷൻ അറിയിച്ചു. ബാറുകൾ രാത്രി 12-ന് അടയ്ക്കണമെന്നും ACP സെൻട്രൽ ഉത്തരവിട്ടു. പുലർച്ചെ വരെ തുടരാനാവില്ലെന്ന് പോലീസ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ചെന്നിത്തലയുടെ ഫീച്ചർ പരസ്യം നൽകിയതിന് എറണാകുളം DCC ജനറൽ സെക്രട്ടറി A പ്രിജിൻ ബാബുവിന് KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. എന്നാൽ പണം നൽകി കൊടുത്ത പരസ്യമല്ലെന്ന് പ്രതികരിച്ച പ്രിജിൻ ബാബു ഫീച്ചർ വേണ്ടായിരുന്നെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞെന്നും വെളിപ്പെടുത്തി. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 1-ാം പ്രതി ഡോക്ടർ MK റാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. നിതിനുമായി മുൻ വൈരാഗ്യമില്ലെന്നും തനിക്കെതിരെ നിതിൻ ഒരിടത്തും പരാതി നൽകിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. നിതിൻ രാജിന്റെ രക്ഷിതാവ് പരാതി നൽകിയത് കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലാണെന്നും പോലീസ് കേസ് ഡയറിയിൽ തനിക്കെതിരെ തെളിവുകൾ ഇല്ലെന്നും ഹർജിയിൽ പറയുന്നു. ശബരിമല യുവതി പ്രവേശന വിവാദത്തിൽ നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമില്ലെന്ന് കേരള ബ്രാഹ്മണ ഫെഡറേഷൻ. ഈശ്വര വിശ്വാസിയല്ലാത്ത വ്യക്തി ദേവസ്വം മന്ത്രിയായി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ആചാരങ്ങൾ പാലിക്കാത്തത് തടയണമെന്നും
ബ്രാഹ്മണ ഫെഡറേഷൻ അഭിഭാഷകൻ MR അഭിലാഷ് വാദിച്ചു. അമൃത ഹോസ്പിറ്റൽ ഓങ്കോളജി വിഭാഗ മേധാവി ഡോക്ടർ K പവിത്രൻ അന്തരിച്ചു. ഉദരസംബന്ധമായ അസുഖത്തിനായി ചികിത്സയിലായിരുന്നു. 2 പതിറ്റാണ്ടിലേറെയായി അമൃത ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് ചികിത്സ നൽകിയ ഡോക്ടർ K പവിത്രൻ രാജ്യത്തെ മികച്ച ഓങ്കോളജിസ്റ്റുകളിൽ ഒരാളായിരുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ 3 ഭക്തരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. ക്ഷേത്രദർശനം കഴിഞ്ഞപ്പോഴാണ് ആഭരണം നഷ്ടമായെന്ന് മനസ്സിലായത്. ശ്രീകോവിലിന് മുന്നിലെ CCTV പ്രവർത്തനരഹിതമെന്ന് ക്ഷേത്ര സുരക്ഷാ ചുമതലയുള്ള പോലീസ് പറഞ്ഞു. കാസർകോട് തൃക്കരിപ്പൂരിലെ ശൈശവ വിവാഹ കേസിൽ പോലീസ് വിവാഹം നടത്തിയ പുരോഹിതന്റെ മൊഴിയെടുത്തു. വധുവിന്റെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ അറിയില്ലെന്നും വിവാഹം നടത്തിയെന്നും എടച്ചാക്കൈ അഴീക്കാൽ ജുമാ മസ്ജിദിലെ പുരോഹിതൻ റഹ്മത്തുള്ള മദനി മൊഴി നൽകി. നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിന് കാരണം വസ്തുതർക്കവും സഹോദരന്റെ മാനസിക പീഡനവുമാണെന്ന് പോലീസ്. ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്ന് പ്രതി സജി മൊഴി നൽകിയെന്നും പോലീസ് അവകാശപ്പെട്ടു. അമ്മ മേരിക്കുട്ടി, സഹോദരൻ റിജി എന്നിവരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരുമെന്ന് ഇടുക്കി SP സാബു മാത്യു. വയറുവേദനയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവാവിന്റെ സ്കാൻ റിപ്പോർട്ടിൽ ഗുരുതര പിഴവ് കണ്ടെത്തിയ സംഭവം ആശുപത്രി സൂപ്രണ്ടും പോലീസും അന്വേഷിക്കും. കഴക്കൂട്ടം നെഹ്റു ജംഗ്ഷൻ സ്വദേശി ഷിഹാസിന്റെ പരിശോധനാ വിവരങ്ങളിലാണ് സ്ത്രീയുടെ ഗർഭപാത്ര വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ധനവില കുതിച്ചുയരുന്നതിനാൽ വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടിവരുമെന്ന് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികൾ. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എന്നീ കമ്പനികളടങ്ങുന്ന സംഘടനയായ FIA അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തയച്ചു. സ്ത്രീകൾക്ക് 2500 രൂപ നൽകുമെന്ന ഡൽഹിയിലെ BJP സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ മോദി ഗ്യാരണ്ടി 1 വർഷമായിട്ടും നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അതിഷയ് മാർലിന. സ്ത്രീകളുടെ അക്കൌണ്ടിൽ 25 പൈസ പോലും വന്നിട്ടില്ല. പണം എപ്പോൾ വരുമെന്ന് BJP നേതൃത്വം പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തായ റഷ്യയുടെ S-400 മിസൈൽ ഇന്ത്യ വാങ്ങുന്നു. 4ാമത്തെ S-400 മിസൈൽ മെയ് ആദ്യത്തോടെ ഇന്ത്യയിലെത്തുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവേശനത്തെ പ്രതിപക്ഷ പാർട്ടികൾ തടയുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടുംബവാഴ്ച നടത്തുന്ന പാർട്ടികൾക്ക് തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണെന്നും താഴെത്തട്ടിലുള്ള വനിതാ നേതാക്കൾ ഉയർന്നുവരുന്നത് അവർക്ക് ഭയമാണെന്നും മോദി വാരണാസിയിൽ പ്രസംഗിക്കവെ പറഞ്ഞു. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ആശ്വാസം അവസാനിച്ചു. ഇനി പണപ്പെരുപ്പത്തിന്റെ നാളുകളാണെന്നും ഇനി എല്ലാത്തിനും വില കൂടുമെന്നും തന്റെ ഫേസ്ബുക്ക് പേജിൽ രാഹുൽ ഗാന്ധി കുറിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് 9400-ലധികം സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ചെന്ന് വാട്സ്ആപ്പ്. ജനുവരി മുതലുള്ള കണക്കാണ് ഇത്. സുപ്രീം കോടതിയിൽ വാട്സ്ആപ്പ് നൽകിയ കണക്ക് കേന്ദ്ര സർക്കാരാണ് പുറത്തുവിട്ടത്. ഗുജറാത്ത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തിളക്കമാർന്ന വിജയം. സംസ്ഥാനത്തെ 15 കോർപ്പറേഷനുകളിലും BJP ഭരണം നേടി. അഹമ്മദാബാദും സൂറത്തുമടക്കം എല്ലാ കോർപ്പറേഷനുകളിലെയും സീറ്റുകൾ BJP തൂത്തുവാരി. അഹമ്മദാബാദിലെ 192 വാർഡുകളിൽ 161 BJP നേടി. കോൺഗ്രസ് 31 വാർഡുകളിൽ ഒതുങ്ങി. പോർബന്ദർ നഗരസഭ BJP തൂത്തുവാരി. ആകെ 1090 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ 782 വിജയിച്ച് ഗ്രാമമേഖലകളിലും BJP കരുത്തുകാട്ടി. അതേസമയം നർമ്മദ ജില്ലാ പഞ്ചായത്ത് ആം ആദ്മി പാർട്ടി നേടി. കോൺഗ്രസ് സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്ന മട്ടിൽ ശശി തരൂർ സംസാരിച്ചെന്ന പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവന വിവാദമായി. വനിതാ ബിൽ ചർച്ച ചെയ്യാനുള്ള പ്രത്യേക സിറ്റിംഗിനു ശേഷം പാർലമെന്റിൽ കണ്ടപ്പോൾ തരൂർ അങ്ങനെ സംസാരിച്ചെന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. എന്നാൽ താൻ ഒരു തരത്തിലും ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് ശശി തരൂർ. ജാമിയ മിലിയ സർവകലാശാലയിൽ RSS ശതാബ്ദി പരിപാടിക്ക് അനുമതി നൽകിയതിനെതിരെ NSU, SFI തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധം കാരണം ക്യാമ്പസിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മുംബൈയിൽ മെയ് 15 മുതൽ ജലവിതരണത്തിൽ 10% വെട്ടിക്കുറയ്ക്കാൻ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചു. എൽ നിനോ പ്രതിഭാസം മൂലം ഇത്തവണ മൺസൂൺ സാധാരണയേക്കാൾ കുറയുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബിഎംസിയുടെ തീരുമാനം. എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്, ഒപെക് പ്ലസ് എന്നിവയിൽ നിന്ന് UAE പിന്മാറി. മെയ് 1 പിന്മാറ്റം പ്രാബല്യത്തിൽ വരും. 1967 മുതൽ ഒപെക് അംഗമാണ് UAE. ഇറാനിൽ പരമോന്നത നേതാവിനുണ്ടായിരുന്ന സർവാധിപത്യം സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പിടിച്ചെടുത്തെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാന്റെ എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നത് പരമോന്നത നേതാവായിരുന്നു. എന്നാൽ ഇപ്പോൾ സൈനിക കമാൻഡർമാരുടെ പക്കലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട് പറയുന്നത്. IPLൽ പഞ്ചാബ് കിങ്സിന് ആദ്യ തോൽവി. ഹോം ഗ്രൌണ്ടിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനിറങ്ങിയ പഞ്ചാബിനെ രാജസ്ഥാൻ റോയൽസ് 6 വിക്കറ്റിന് തകർത്തു. 22 പന്തിൽ 62 റൺസ് നേടിയ മാർക്കസ് സ്റ്റോയിനിസിന്റെയും 59 റൺസ് നേടിയ പ്രഭ് സിമ്രാൻ സിംഗിന്റെയും മികവിൽ പഞ്ചാബ് ഉയർത്തിയ 223 റൺസിന്റെ വിജയലക്ഷ്യം 4 പന്തുകളും 6 വിക്കറ്റുകളും ബാക്കി നിർത്തി രാജസ്ഥാൻ മറികടന്നു. 26 പന്തിൽ 52 റൺസ് നേടിയ ഡൊണോവൻ ഫെരേരയുടെയും 27 പന്തിൽ 51 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളിന്റെയും 16 പന്തിൽ 43 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയുടെയും കരുത്തിലാണ് രാജസ്ഥാന്റെ വിജയം. ഈ ജയത്തോടെ രാജസ്ഥാൻ 9 മത്സരങ്ങളിൽ 12 പോയിന്റുമായി 3ാം സ്ഥാനത്തേക്ക് കയറി. തോറ്റെങ്കിലും 13 പോയിന്റുള്ള പഞ്ചാബ് തന്നെയാണ് ഒന്നാമത്. സ്കോർ: പഞ്ചാബ് കിങ്സ് 20 ഓവറിൽ 222-4, രാജസ്ഥാൻ റോയൽസ് 19.2 ഓവറിൽ 228-4. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.